ട്രിപ്പിനെ കുറിച്ച് എന്താണ് രണ്ടു വാക്ക് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തില് ഒരു അഡ്വഞ്ചറായി കുറച്ച് നേരമാണെങ്കിലും അത് ചെയ്തു. പേടിച്ചിട്ടാണെങ്കിലും ചെറിയൊരു പേടിയിട്ടായിരുന്നു. എന്നാലും ഇതുപോലൊരു അവസരം തന്ന ആസിഫിന്റെ ഇന്ന് രാവിലെ വന്നപ്പോ കേൾക്കണ്ടാവും പനി പിടിച്ചിട്ടൊക്കെയാണ് വന്നേ. തിരിച്ചു പോകുന്ന നേരത്തെ ആവുമ്പോഴേക്കും ആകെ കുഴഞ്ഞൊരു പരിവാന്ന് വിചാരിച്ചത്. പക്ഷെ നേരെ തിരിച്ചാണ്. രാവിലെ വന്നതിനെക്കാട്ടും ഉഷാറായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ഞാൻ ശ്രദ്ധിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മളൊരു സൊസൈറ്റിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞൊരു ബൗണ്ടറി ഉണ്ടാവും. ഇവിടെ ആരും തന്നെ അതില്ല. അതൊക്കെ ഭയങ്കര ഒരു സമയം പോയിട്ടൊക്കെ പിന്നെ അതിലെനിക്ക് ഏറ്റവും ഭയങ്കര വെറൈറ്റി ആയി തോന്നിയത് പക്ഷെ നമ്മളിങ്ങനെ ഒരു പേഷ്യൻസ് ആണെന്ന് പോലും അങ്ങനെ കരുതാതെ നമുക്ക് അതിനൊരു സാഹചര്യം ഒഴിച്ചുള്ള എല്ലാ അംഗങ്ങൾക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഇതിന് പറയാനുള്ളത് ഈ ട്രിപ്പില് വരാൻ പറ്റാത്തവർക്ക് തീരാ നഷ്ടമാണ്. അപ്പൊ അടുത്തുള്ള യാത്രയിലെങ്കിലും എല്ലാവരും പങ്കെടുക്കുക. നിർബന്ധമായിട്ടും ഇതിൽ സന്തോഷം എത്രത്തോളം പറയാൻ പറ്റില്ല. അപ്പോ മെയിനായിട്ട് ഇതിലെ സംഘാടന സമിതിക്ക് എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ ഡോക്ടർക്കും. പിന്നെ അതുപോലെ തന്നെ യാത്രയില് കയാക്കിങ്, ബോട്ടിങ്, ഇതിൽ നമ്മുടെ ബസ് മെയിനായിട്ട് എടുത്ത് പറയേണ്ട. ഈ ട്രിപ്പ് ഭയങ്കര സൂപ്പറായിരുന്നു. കാരണം ഞാൻ ഭയങ്കര വിഷമത്തിൽ വന്ന ഒരാളുടെ ഒരു പരിചയമില്ല എങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി, പണ്ടേ പരിചയമുള്ള പോലെയാണ് തോന്നിയത്. അതുപോലെ ഓർഗനൈസേഷൻ നന്നായിരുന്നു. ഭാരവാഹികൾക്ക് വളരെയധികം താങ്ക്സ്. ഒരു പല പഠിച്ചിട്ടാണ് പിന്നെ കയാക്കിന്ന് വരണ്ട് 4 മണിക്കാറ്റ് വരണ്ട് ഇവിടെ വന്ന് വന്ന് കയറാൻ കാരണം തോന്നുന്നത് അവിടേക്കും കൂടി വരായിരുന്നു. വളരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അനുഭവം. അതാണ് നമുക്ക് ഈ ട്രിപ്പ് അതായത് ഒരു ഫ്രണ്ട്സ് പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പരിചയക്കാർ പോകുന്ന പോലെയല്ല. ഒരു കുടുംബാംഗങ്ങൾ ഒരുമിച്ചുള്ള ഒരു യാത്ര പോലെയാണ് എനിക്കിത് വന്നു ചേർന്ന തിരമാലകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തിരമാലകളെ നേരിടാനുള്ള തന്ത്രങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് ഗിഗിൽബായിയാണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ 2ാമത്തെ പ്രോഗ്രാമിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതിന്റെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. അതിനാലും ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു. നമ്മുടെ സൈജോ അടിപൊളിയായിട്ടാണ് അവിടെ എത്തുന്നവരെ നമ്മളെ ലീഡ് ചെയ്തത്. ഒറ്റയാൾ പ്രകടനം പറ്റുമെങ്കിൽ പറയാം. ആളത്രയും ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നീക്കിയത്. പിന്നെ കയാക്കിങ് മുതൽ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ബോട്ടിങ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഭക്ഷണ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏൽപ്പിച്ച ആളെന്തായാലും നല്ലൊരു ഭക്ഷണമാണ് ഏർപ്പാടാക്കിയത്. കടലിൽ തീരത്ത് പോയതും ഒരു പ്രത്യേക മൂഡ് തന്നെയാണ്. നമുക്ക് കടലെല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ പരിപാടി ഇത്രയും വിജയിപ്പിക്കാനായിട്ട് ശ്രമിച്ച സംഘാടകർക്കും എല്ലാവർക്കും സർവോപരി ഒരു കുടുംബത്തെ പോലെ ഈ പ്രോഗ്രാം എൻജോയ് ചെയ്യാം എല്ലാ നമ്മുടെ നല്ലവരായ മെമ്പർമാർക്കും. പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ട്രിപ്പിന് വരുന്നത്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ലോണം സംസാരിക്കുകയും ശരിക്കും ഞാൻ വരുമ്പോൾ ഭയങ്കര ബോറടി ആകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും നല്ലോണം സംസാരിക്കുകയും ട്രിപ്പിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിന്നു. എല്ലാവർക്കും താങ്ക് യു. അടിപൊളി ട്രിപ്പായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. കയാക്കിങ് നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. നന്നായിരുന്നു. കയാക്കിങ് ഉൾപ്പെടുന്നത്, പിന്നെ ബോട്ട് യാത്ര, ഫുഡ്, പിന്നെ ഇവിടെ ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക്, പിന്നെ ഡോക്ടർക്ക്, താങ്ക്സ്.